നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഒരിക്കലും നീ ഈ തെറ്റിൻ്റെ വഴിയിൽ പോകരുത്. ഇത്രയൊക്കെ നിങ്ങളെ നോക്കാൻ കഴിയുമെങ്കിൽ മാന്യമായി നിങ്ങളുടെ കല്യാണം നടത്താനും ചേച്ചിക്ക് കഴിയും. നിനക്കിഷ്ടം നോക്കാതെ അത് ചെയ്യില്ല ഞാൻ. ഇല്ല ചേച്ചി, ഒരിക്കലും ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല. അവൾ കണ്ണുകൾ തുടച്ചത് പറഞ്ഞപ്പോൾ ഒരു ഉറച്ച മറുപടിയായിരുന്നു അതെന്ന് ജാൻസിക്കും തോന്നിയിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ജാൻസി ചിന്തിച്ചത് ആൽവിനെക്കുറിച്ചായിരുന്നു. അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ തൻ്റെ വേദനകൾ എവിടെയോ പോയി മറയുന്നു. തൻ്റെ വേദനകൾ തന്നെ അലട്ടുന്നില്ല. തൻ്റെ കണ്ണുനീറുപ്പിന് പോലും ഒരു മധുരം. അവൻ്റെ ഒരു ചേർത്തുപിടിക്കലിൽ തൻ്റെ നോവ് അലിഞ്ഞു പോകുന്നു. ഇത്രയും ശക്തിയുണ്ടോ പ്രണയത്തിൻ്റെ മാന്ത്രികതയ്ക്ക്? തൻ്റെ വേദനകൾക്ക് പോലും പഴയവയോട് സാമ്യമില്ല. ഒരു കൈത്തോട് പോലെ ഒഴുകി അവനാകുന്ന പുഴയിൽ ലയിക്കാൻ തന്നിലെ ഹൃദയം കൊതിക്കുന്നു. അറിയാതെ അവളുടെ വിരലുകൾ അവളുടെ താടിത്തുമ്പിലെ മറുകിലേക്ക് നീണ്ടു. ഒപ്പം പൗർണമി തോൽക്കുന്ന ഒരു ചിരിയും അവളിൽ വിടർന്നു. ആ രാവിൻ്റെ ഇരുട്ടിലും അത് തിളങ്ങി, ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ. പിറ്റേന്ന് രാവിലെ അരമനയിലേക്ക് ജാൻസി എത്തുമ്പോൾ ക്ലാരയ്ക്ക് വയ്യാത്തതിനാൽ കാപ്പിയുമായി ജാൻസി തന്നെയാണ് മുറിയിലേക്ക് ചെന്നത്. വിളിച്ചതും അവൻ വാതിൽ തുറന്നിരുന്നു. അവളെ കണ്ടതും ഒരു കള്ളച്ചിരിയോടെ അവൻ കാപ്പി വാങ്ങി. ഇന്ന് പോണ്ടേ? അവൾ ചിരിയോട് ചോദിച്ചു. പോകണം, പക്ഷേ നിന്നെ കണ്ടിട്ട് പോകണോ വേണ്ടയോ എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുക. എൻ്റെ മനസ്സിന്നലെ ഒന്ന് പതറിപ്പോയി. അപ്പോൾ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും വഷളത്തരമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ തനി സ്വഭാവം കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, അതൊക്കെ എനിക്കറിയാം. അല്ല, ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാലും നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇടപെടുന്നത്. എനിക്കിങ്ങനെയൊക്കെ അറിയൂ. സാരമില്ല, അറിയാത്തതൊക്കെ ഇച്ചായം പഠിപ്പിച്ചു തരാം. കെട്ട് കഴിയട്ടെ. അവൻ ചിരിയോടെ അവളുടെ കാതോരം ചോദിച്ചപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എനിക്കൊരുപാട് പണിയുണ്ട്, ഞാൻ പോവാം. അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. ഇത്തവണ അവളിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും അവൻ കണ്ടിരുന്നില്ല. അവൻ മെല്ലെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. എന്നെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എന്നെ വേദനിപ്പിച്ചു പോവോ? അറിയാതെ അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം അവനിൽ നോവ് പടർത്തി. വിശ്വാസമില്ലേടി നിനക്കിപ്പോഴും എന്നെ? അവൻ വേദനയോട് ചോദിച്ചു. അതല്ല, അർഹിക്കാത്തതെന്തോ ആഗ്രഹിക്കും പോലൊരു തോന്നൽ. അത് വേണ്ട. എനിക്കാണ് അർഹത കുറവ് നിന്നെ കിട്ടാൻ. നിന്നെ മറന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് പള്ളിയിലെ അരമന വീട്ടിലെ കുടുംബക്കല്ലറയിലായിരിക്കും. അവനത് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ആ കൈയെടുത്ത് നെഞ്ചോട് ചേർത്തു. ഇതിലും വലിയ ഉറപ്പ് എൻ്റെ കയ്യിലില്ല മോളെ. അവളുടെ മുടി തഴുകി അവൻ പറഞ്ഞു. എനിക്കൊരാഗ്രഹമുണ്ട്. അവൾ എന്താണെന്ന സംശയത്തിൽ അവനെ നോക്കി. നിന്റെ കൈയുടെ ചൂട് പതിഞ്ഞ ഈ കവിളിൽ നിന്റെ ചുണ്ടുകൊണ്ടൊരു സ്നേഹസ്പർശനം, പിന്നെ നിന്റെ ആ മറുകിലും. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അപ്പോൾ അവൻ അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പ്ലീസ്. അവൾക്ക് എന്തോ വല്ലാത്ത ചമ്മൽ തോന്നിയിരുന്നു. എങ്കിലും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ്റെ കവിളിന് നേർക്ക് ചുണ്ടുകൾ ചേർത്തു. അതിനുശേഷവും അവനിൽ നിന്നും ഒരു പ്രതികരണവും കാണാഞ്ഞപ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അവൻ ചിരിയോടെ മീശ പിരിച്ച് അവളെ നോക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞു വാശിയായിരുന്നു. എന്ത്? അവൾ കപട ഗൗരവത്തിൽ ചോദിച്ചു. നിന്നെക്കൊണ്ട് ഇവിടെ ഒരു ഉമ്മ തരണമെന്ന്. ഇനിയൊരു വലിയ വാശിയും കൂടിയുണ്ട്. അതെന്താ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കെട്ടി ഈ മുറിയിൽ നിൻ്റെ കൂടെ കഴിയുന്ന നിമിഷം പറ്റുമെങ്കിൽ ഫസ്റ്റ് നൈറ്റ് തന്നെ നിനക്കൊരു കൊച്ചിനെ തരണമെന്ന്. അയ്യടാ, എന്താടി അയ്യേ? ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്? ഒന്ന് പോയി, എനിക്കൊരുപാട് ജോലിയുണ്ട്. ഇപ്പോൾ പൊക്കോ, പക്ഷെ ഉടനെ ഈ ജോലിയിൽ നിന്നൊക്കെ ഞാൻ പിരിച്ചു വിടും. അതെന്താ? അവൾ മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി. ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രമോഷൻ തരാം. എന്ത് പ്രമോഷൻ? ഇവിടുത്തെ ജോലിക്കാരിയിൽ നിന്നും ഇവിടുത്തെ വീട്ടുകാരിയിലേക്കുള്ള പ്രമോഷൻ, എൻ്റെ ഭാര്യയായുള്ള പ്രമോഷൻ. പിന്നെ പതുക്കെ എൻ്റെ ഓരോ മക്കളുടെ അമ്മയാകാം. അവളുടെ മുഖത്ത് നാണത്തിൻ്റെ രാശി തെളിഞ്ഞു. അത് അവനിലെ പ്രണയത്തെ ഉണർത്തി. അവൻ അവൾക്കരികിലേക്ക് ചെന്ന് അവളുടെ താടിയിലുള്ള മറുകിൽ ചുണ്ട് ചേർത്തു. അവൾ പിടഞ്ഞുപോയി.
ചിരിയോടെ അവൻ അവളിൽ നിന്ന് മാറി. ഇപ്പം സമാസമമായി. എന്ത്? ഉമ്മ. നീയും തന്നു, ഞാനും തന്നു. ചിരിയോടെ അവൻ പറഞ്ഞു. അവൾക്ക് നാണം ചെഞ്ചുവപ്പ് ചാർത്താൻ തുടങ്ങി. നിന്റെ പഠിത്തമൊക്കെ ഒന്ന് പഴയതുപോലെ ആക്കണം. ഒരുപാട് കഴിവുകളില്ലേ നിനക്ക്? ഇങ്ങനെ ജോലിയൊന്നും ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരാളല്ല. സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ പറ്റിയെങ്കിലും ഇനി പഠിക്കണം. ഒക്കെ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. ആദ്യം എൻ്റെ കൊച്ചിനെ ഞാനൊന്ന് സ്വന്തമാക്കട്ടെ. ചിരിയോടെ അവൻ പറഞ്ഞു. അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്ന് വീഴുന്നുണ്ടായിരുന്നു. എന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ, നീ കരയുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല. നീ ഇച്ചായൻ്റെ ജാൻസി റാണിയല്ലേടി? ഞാൻ രണ്ടുപേരുടെ മുന്നിലേ കരയാറുള്ളൂ. ആരുടെയൊക്കെ? ഒന്ന് കർത്താവിൻ്റെ. പിന്നെ? പിന്നെ അവളൊന്ന് ചിരിച്ചു. പിന്നെ ഇച്ചായൻ്റെ അല്ലേ? അവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. അതിനും കണ്ണ് നിറയ്ക്കാതെ പൊയ്ക്കോ. ഇനി ഇങ്ങനെ നിന്നാൽ ഇന്ന് ചിലപ്പോൾ ഓഫീസിൽ പോക്ക് നടക്കില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ നിന്നെ കെട്ടിക്കൊണ്ട് പോകേണ്ടി വരും. അടുത്തേക്ക് വരുന്ന അവനെ അവൾ തള്ളി മാറ്റിയ ശേഷം ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി. പുറത്തേക്കിറങ്ങുമ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു. തന്നിൽ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നാണമുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ താൻ അറിയാതെ ഏതൊരു പെണ്ണിനെയും പോലെ നാണവും പ്രണയവും തുളുമ്പുന്ന പെണ്ണായി പോകുന്നതായി അവൾ അറിഞ്ഞു. തരളിതയാവുന്നുണ്ട്. താൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കണ്ണിൽ തന്നോട് തോന്നിയ ആത്മാർത്ഥമായ സ്നേഹം, അതുമാത്രമാണ് തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. തനിക്ക് കാവലായി, തനിക്ക് മാത്രമായി ഒരുവനുണ്ടെന്ന തോന്നലാണ് ഏതൊരു പെണ്ണിൻ്റെയും പ്രചോദനം. തൻ്റെ കുറവുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആണൊരുത്തൻ. ആ സമയം ജാൻസിയും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയായിരുന്നു. നിറമുള്ള സ്വപ്നങ്ങൾ. തുടരും.